ഇനി ഒന്നുമില്ല, ഒരു ഇഞ്ച് ഭൂമി സാമ്പത്തികമായിട്ട് എന്താ പറയുക, ഒരു ചെലവിന് നടത്താൻ പോലും 10 സെൻറ്റ് വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എല്ലാം ബ്ലോക്ക് ചെയ്തു. അതിന് പുറമെയാണ് ഈ കേസുകൾ. ഒരു മോശം വാക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സഖാവിനെ കുറിച്ചോ നമ്മൾ പറഞ്ഞു വന്നത് പിണറായിസാണ്. ആ പിണറായിസം ഇവിടെ തകർക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവും. ഇടതുപക്ഷം ഇവിടെ മണ്ണിട്ട് പോകണമെന്ന് ഒരാൾക്കും ആഗ്രഹിക്കാൻ കഴിയും. ഒരു മതനിരപേക്ഷവാദിയെ സംബന്ധിച്ച് ഇടതുപക്ഷം ഇവിടെ വേണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ ഇടതുപക്ഷം ഇല്ലാണ്ടാക്കുകയാണ്. എളമരം കരീം എവിടെ? മോഹനം മാഷ് എവിടെ? പ്രദീപ് കുമാർ എവിടെ? എത്ര സീനിയർ ലീഡേഴ്സിനെ വെട്ടിയിട്ടാണ് മുഹമ്മദ് റിയാസ് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ ആവുന്നത്? കോഴിക്കോട് ജില്ലയിലെ പാർട്ടി ഇന്ന് ആരുടെ കയ്യിലാണ്? മലപ്പുറം ജില്ല ആരുടെ കയ്യിലാണ്? വയനാട്ടിലെ ഗഗാറിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് ടേം സെക്രട്ടറിയെ മാറ്റിയത്? കണ്ണൂർ ജില്ലയിലെ എല്ലാ ജയരാജന്മാരെയും മാറ്റിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ രാകേഷിനെ പിടിച്ച് അവിടെ സെക്രട്ടറി ആക്കി. കാസർഗോഡ് ജില്ല, ഈ 6 ജില്ലയിലെയും പഴയകാല സഖാക്കളിവിടെ. ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വലിയ രീതിയിൽ ഇവിടെ കത്തിച്ചതല്ലേ അദ്ദേഹം. DYFIയുടെ നേതാവും എത്ര പോസ്റ്റുകൾ, എത്ര പ്രസ്താവനകൾ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഉണ്ടാവുമല്ലോ. NEP ഒരാളെയും അറിയാതെ ഡൽഹിയിൽ പോയി ഒപ്പിട്ട് വന്ന് അത് പാസ്സാക്കി. എന്താ മുഹമ്മദ് റിയാസിൻ്റെ നിലപാട്? എവിടെയാണ് നിലപാടെന്ന്? P. ശശിയാണ് ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ. അദ്ദേഹമാണ് ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്ന തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നത്. പിണറായിയും ഇതിൽ ഇൻവോൾവാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇൻവോൾവാണ്, മുഹമ്മദ് റിയാസും ഇതിൻ്റെ പാർട്ടാണ് എന്നുള്ളത് എനിക്കന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ലല്ലോ. അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് അപ്പോൾ അതിനകത്താണ്? അല്ല, അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ അല്ലേ. ഒരു ഭാഗത്ത് CBI ആണ് മുഖ്യമന്ത്രിക്കെതിരെ, മകനെതിരെ ED ആണ്, മകൾക്കെതിരെ SFI ആണ്. എത്ര ഏജൻസികൾ, എത്ര കേസുകളാണ്? നിഷാദെ, നിങ്ങൾ എഴുതി വെച്ചോ. 20,000-ൽ കുറയാത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് എനിക്ക് ജയിക്കാൻ കഴിയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 28ഓളം കേസിൻ്റെ പേരിലുണ്ട്. അതിൽ 12-13 ക്രിമിനൽ കേസുകളാണ്. 10-16 കേസ് ഈ പറയുന്ന ഈ P. ശശി ഉൾപ്പെടെയുള്ള ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്ത മാനനഷ്ട കേസുകളാണ്. അന്ന് ഒരു അകലത്തിൽ തർക്കമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ എങ്ങനെയാണ് സതീശൻ്റെ ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി? വളരെ ആത്മാർത്ഥമായ പരിപൂർണമായിട്ടുള്ള, കാരണം ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ അന്വേഷണം സംസാരിച്ചാണ് എന്താ സംഭവിച്ചത്. വളരെ സിൻസിയറായിട്ടുള്ള അപ്രോച്ചാണ് എൻ്റെ അടുത്ത് എടുക്കുന്നത്. ഞാനും അതുപോലെ തന്നെ. നമസ്കാരം, പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പോഡ്കാസ്റ്റിൽ എൻ്റെ കൂടെ ഉള്ളത് PV അൻവറാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ വ്യക്തിത്വം എന്ന് നമുക്ക് ഈ കാലത്ത് നിശ്ചയമായും പറയാൻ കഴിയുന്ന PV അൻവർ, സ്വാഗതം പോഡ്കാസ്റ്റിലേക്ക്. ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ചോദിക്കാൻ തോന്നുന്നത് ഈ PV അൻവർ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വേഗം വരുന്നത് ശബ്ദായമാനമായ രാഷ്ട്രീയ സന്ദർഭങ്ങളുടെ ഓർമ്മകളാണ്. വൈകാരികമായി പ്രതികരിക്കുന്ന, കടുത്ത തീരുമാനങ്ങൾ വേഗമെടുക്കുന്ന, അപ്രതീക്ഷിതമായ ചുവടുകൾ വയ്ക്കുന്ന ഒരാൾ. സത്യത്തിൽ PV അൻവർ സ്വന്തം ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എടുത്തുചാടി തീരുമാനമെടുക്കുന്ന, പെട്ടെന്ന് വൈകാരികമാകുന്ന, ചിലപ്പോഴൊക്കെ ചുവടുകൾ തെറ്റിപ്പോകുന്ന, അങ്ങനെയാണോ? അങ്ങനെ ഒരു സ്വയം വിലയിരുത്തൽ എന്താണ് സ്വന്തം ഒരു ക്യാരക്ടറിനെ കുറിച്ച്? അങ്ങനെ ചോദിച്ചാൽ അത് ഒരു എന്താ പറയുക, ഇങ്ങനെ ആൻസർ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ ഇപ്പം നമ്മൾ രാഷ്ട്രീയക്കാരെ പൊതുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊരുപാട് കണക്കൂട്ടലുകൾ നടത്തി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ ആലോചിച്ച് നഷ്ടം വരുമോ ലാഭം വരുമോ എന്നൊക്കെ കണക്കൂട്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. ഞാനൊരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, അത് ആ ബോധ്യം ശരിയാണോ എന്ന് ഞാനൊന്ന് വിലയിരുത്തും. സ്വയം ബോധ്യമാണ്, ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിലപാട് പറയുക, തീരുമാനമെടുക്കുക. അതിൻ്റെ വരും വരായികളും അതിൻ്റെ ലാഭനഷ്ടങ്ങളും ഞാൻ ഒരിക്കലും കൂട്ടാറില്ല. പൊതുസമൂഹത്തിലേക്ക് കൺവേ ചെയ്യേണ്ട ഒരു വിഷയമാണെങ്കിൽ അത് കൺവേ ചെയ്യുക എന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്തം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പലപ്പോഴും പല ജാതി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നല്ല പ്രതിസന്ധിയുടെ നടുക്കാണല്ലോ ഉള്ളത്. ഇപ്പോൾ ബേപ്പൂരിൽ വന്ന് ഞാൻ മത്സരിക്കാൻ എടുക്കുന്ന തീരുമാനത്തെ പോലും എൻ്റെ കൂടെ നിന്ന ആളുകൾ അതിശക്തമായി എതിർത്തതാണ്. അവസാനം ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് ആലോചിക്ക്, തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഞാനൊരു നിലപാടെടുത്ത് വന്നതാണ്. ആ നിലപാടിൻ്റെ ഒരു പര്യവസാനം അത് തീരണമെങ്കിൽ ഈ പറയുന്ന ബേപ്പൂരിൽ ഞാൻ മത്സരിക്കണം എന്നാണ് എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി സൗകര്യമുള്ള സ്ഥലത്ത് മത്സരിച്ച് ജയിക്കുന്നതിലപ്പുറം ആ നിലപാട് ജനങ്ങളിലെത്തിക്കുക എന്ന ഉദ്ദേശമാണ്. ബേപ്പൂരിലേക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വരുന്നതിന് മുമ്പേ ഈ വൈകാരികതയുടെ കാര്യം പറഞ്ഞല്ലോ. ചില ആളുകൾ വളരെ വളരെ ഡീപ്പായി ആലോചിച്ച് അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്യും.
പക്ഷേ വേഗത്തിൽ തീരുമാനമെടുക്കുന്ന ആളാണെന്നാണ് അൻവർ സ്വയം പരിചയപ്പെടുന്നത്. അങ്ങനെ വൈകാരികമായ സന്ദർഭങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ പിന്നീട് ആലോചിച്ചിട്ടുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളുണ്ടോ? ഇല്ല, ഞാനങ്ങനെ പല ഘട്ടത്തിലും ഇപ്പോൾ ഈ അവസാനമുണ്ടായ നിലമ്പൂർ ഇലക്ഷൻ തൊട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഞാനെടുത്ത നിലപാട് ശരിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഉണ്ടായ പലർക്കും അത് നഷ്ടങ്ങളായി തോന്നും. ഇന്നിപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആളുകൾ സാമ്പത്തികമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് നമ്മുടെ പ്രശസ്തിയുമായി ബന്ധപ്പെടുത്തി, ഇതൊക്കെയാണ് അളവുകോലുകൾ. ആ അളവുകോല് വെച്ച് അളക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഞാൻ വിഡ്ഢിയാകും, അല്ലെങ്കിൽ എന്താ പറയുക, ഇതേപോലെ വൈകാരികമായി പ്രതികരിക്കുന്നവനാണ്. കുറച്ചുകൂടി സേഫായി നിൽക്കാമായിരുന്നു ഒക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനതങ്ങനെ കാണാറില്ല. അൻവറിനെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാം എന്ന് ആളുകൾ കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ അന്ന് തന്നെ മലപ്പുറത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്താ സമ്മേളനം നടത്തുന്നു, അകത്തു നിന്നുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. അതിനകത്ത് CPM-ൽ തന്നെ വലിയ പിന്തുണ കിട്ടുന്നു. താങ്കളെ തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു വിഷമവൃത്തത്തിൽ താങ്കൾ പാർട്ടിയെ ലോക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറയും. പക്ഷേ പിണറായി വിജയൻ ഒരു സ്ട്രാറ്റജി എടുക്കുന്നു, അൻവറിനെ പ്രകോപിപ്പിക്കാം. അൻവർ മലപ്പുറത്തെ കൊള്ള സംഘത്തിൻ്റെ ആളാണെന്ന് മറ്റുള്ള അദ്ദേഹം ഒന്ന് വളരെ ഒരു ലൈറ്റായി പറഞ്ഞു പോകുന്നു. അതിൽ താങ്കൾ പെട്ടെന്ന് പ്രകോപിതനാവുകയും പുറത്തേക്കുള്ള വഴി താങ്കൾ തന്നെ തുറന്നു പോവുകയും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടി ലീഡർഷിപ്പും സേഫ് ആവുകയും ചെയ്തു. ആ കുരുക്കിൽ വീണുപോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അവിടെ അങ്ങനെയല്ല. അത് അങ്ങനെയാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ വലിയൊരു കുരുക്കുണ്ടായിരുന്നു. സത്യത്തിൽ ഈ പി ശശിക്കെതിരെയും പോലീസിലെ ഈ പറയുന്ന ആളുകൾക്കെതിരെയുള്ള പോരാട്ടം നടത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, വേറെ എന്തോ കാരണം കൊണ്ട് എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് വസ്തുതാപരമായിട്ടുള്ള അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊള്ളയും ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തും ഇവിടുത്തെ ഒരുമാതിരിയുള്ള എല്ലാ ഗുണ്ടായുസങ്ങളിലും അവരുടെ പിന്തുണയും എല്ലാം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ളത്. അത് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വലിയ ശ്രമം ഞാൻ നടത്തിയത്. 153 കേസാണ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണം കടത്തിയതിന് പോലീസ് എടുത്തത്. അതിലൊരു 19 ആളുകളെങ്കിലും ഞാൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട്, അതിൽ പ്രതികളുമായി ഇതിൻ്റെ വസ്തുത അറിയാൻ വേണ്ടിയിട്ട്. അതൊക്കെ വളരെ ഓപ്പണായിട്ട് ഒരു മറയും ഇല്ലാതെ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുകയും സംസാരിക്കുകയും അവരെ വീഡിയോ കോൾ ചെയ്യുകയും അവർ വോയിസുകൾ അയച്ചു ഇതൊക്കെ റെക്കോർഡഡാണ്. കാരണം ഇത് നമ്മുടെ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ സത്യസന്ധമായിട്ടാണ് ഞാൻ പോകുന്നത്. മുഖ്യമന്ത്രി അന്ന് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ പോലീസിൻ്റെ ഇടപെടൽ ഇവിടുത്തെ കള്ളക്കടത്തുകാർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവരാണ് ഈ ആരോപണത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പത്രക്കാർ ചോദിക്കുന്നു, ആരാ അതിൻ്റെ പിന്നിൽ? അൻവറാണോ? അത് എനക്കറിയില്ല എന്ന് പറഞ്ഞ് പുള്ളി അത് മെല്ലെ മാറ്റി വെക്കുകയാണ്. സത്യത്തിൽ അന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്ന ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മുഖ്യമന്ത്രിക്കെതിരെ ആദ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും ഞാൻ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അന്ന് ഞാൻ ആ പത്ര സമ്മേളനം ഞാൻ നടത്തിയില്ലായിരുന്നെങ്കിൽ അന്ന് രാത്രിയോടുകൂടി ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും. കാരണം ഈ എവിഡൻസൊക്കെ എൻ്റെ ഫോണിൽ കിടക്കുകയാണ്. ഈ ഇരിക്കുന്ന നിഷാദ് പോലും അതാണ് വിശ്വസിക്കുക. എന്നെ അറസ്റ്റ് ചെയ്യുകയും ഞാൻ ഈ കള്ളക്കടത്തുകാരൻ്റെ ഭാഗമാണ് എന്ന് ഇതാ അൻവറിൻ്റെ കോൾ റെക്കോർഡ്സ് കാണൂ, ഇത്രയും ആളുകളെ അവൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം വരും. അതുകൊണ്ടാണ് അന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ വീഡിയോ വെച്ചിട്ട് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബാക്കിയുള്ളതും പുറത്തുവിട്ട്. സത്യത്തിൽ അവിടെ പി ശശിയും അജിത് കുമാറും കൊടുത്ത ഒരു ബുദ്ധിയായിരിക്കും അത് CM-നെ സംബന്ധിച്ച്. അന്ന് ഞാൻ അതിന് മറുപടി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലോ വിയ്യൂർ സെൻട്രൽ ജയിലിലോ ആയിരിക്കും ഞാൻ. അതായിരുന്നു അവരുടെ മാസ്റ്റർ പ്ലാൻ. അതെനിക്കെന്താ പറയുക, ഒരു ദൈവവിളി പോലെ എനിക്ക് വന്നിട്ട് സ്ട്രൈക്ക് ചെയ്ത് കാണുന്നതോട് കൂടിയിട്ട് ഇതുവരെ തിരിച്ചു എന്നെ ലോക്ക് ചെയ്യാൻ പോകുന്നത് എനിക്ക് എൻ്റെ മനസാക്ഷി എന്നോട് പറയാണ്, പെട്ടെന്ന് നീ കാര്യങ്ങൾ ജനങ്ങളോട് പറയേ, അവിടെയാണത് ബ്രേക്കാവുന്നത്. ശശിയുമായിട്ടുള്ള ബന്ധം ഒരു കാലത്ത് ഊഷ്മളമായിരുന്നില്ല, അതോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അത് തെറ്റുകയാണ് ഉണ്ടായത്? അതല്ല, ശശിയുമായിട്ട് ഊഷ്മളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തുടക്കം മുതലേ അദ്ദേഹം ആ സീറ്റിൽ വന്നിരുന്നതിന് ശേഷം, അതിൻ്റെ മുമ്പ് MV ജയരാജാണല്ലോ, പുള്ളിയുടെ ഡീലിംഗ് നമ്മൾ കണ്ടിട്ടില്ല, വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം. പക്ഷേ പി ശശി വന്ന് അവിടെ ഇരുന്നതിന് ശേഷമുള്ള അവിടുത്തെ ഓരോ കാര്യങ്ങളും ഒരു സുഖകരമല്ലാതെ നമുക്ക് പല നിലക്കും അനുഭവപ്പെട്ട അനുഭവസ്ഥർ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഈ പോലീസിലെ ഈ പുഴുക്കുത്തുകൾ മുഴുവനായിട്ട് പലർത്തുകയും ഈ ക്രിമിനൽ ഒരു സംഘത്തെ വാർത്തെടുക്കുകയാണ്. അജിത് കുമാർ സ്വന്തമായിട്ടൊരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ നടത്തിയ ആളാണ്. ഒരാൾക്കും ഇത് അറിയുന്നില്ല. ഒരു പോലീസ് സ്റ്റേഷനിലെ SHOക്ക് അവിടുത്തെ ഒരു പോലീസുകാരന് സല്യൂട്ട് ചെയ്യേണ്ട ഗതികേട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നു. ആ പോലീസുകാരനായിരിക്കും ആ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത്. ഈ രീതിയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട, ഞാനെന്താ പറഞ്ഞ, ഏരിയ സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ നടക്കണമെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലാണ്.
ആ ഒരു അവസ്ഥയിലേക്ക് ഈ കച്ചവട സംഘത്തിൻ്റെ കയ്യിലേക്ക് ഈ പറയുന്ന ക്രിമിനൽ സംഘത്തിൻ്റെ കയ്യിലേക്ക് പോലീസിനെ കൊണ്ടെത്തിച്ചത് പി ശശി തന്നെയാണ്. അതിന് അജിത് കുമാറിൻ്റെ കൂടെ നിൽക്കുന്ന വളരെ ചെറിയൊരു വിഭാഗമേ ഉള്ളൂ. പോലീസ് സേനയിൽ തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു DYSP ഓഫീസിൽ ഇതുപോലത്തെ ഒരു പോലീസുകാരുണ്ടെങ്കിൽ SP ഓഫീസിൽ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് ഇൻ്റലിജൻസിൻ്റെ ഒരു സാധാ പോലീസുകാരുണ്ടെങ്കിൽ SP അവനെ പേടിക്കേണ്ട ഗതികേടായിരുന്നു. ഇതൊന്നും കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ തെറ്റുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, അത് ഈ പറഞ്ഞ മലപ്പുറത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടതാണോ അതോ ഈ തിരുവനന്തപുരത്തെ യൂട്യൂബറുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്? ഏത് പോയിന്റിലാണ് ശരിക്കും ഒരു സ്പാർക്ക് വരുന്നത്? ഞാൻ അത് രണ്ടും അതിൽ പെട്ടതാണ്. കാരണം അജിത് കുമാർ 3.5 വർഷക്കാലമാണ്, സുജിത് ദാസ് 3.5 വർഷക്കാലം, 3 വർഷവും എനിക്ക് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 മാസവും ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയിലെ ഒരു പോലീസ് സൂപ്രണ്ടായിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചെയ്തികളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും പല ഘട്ടത്തിലും ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് നോക്കാം, പരിശോധിക്കാം എന്ന് പറഞ്ഞു വിടുന്നതിലപ്പുറം ഒരു ആക്ഷനിലേക്ക് പോയിട്ടില്ല. അപ്പം പിന്നെ എനിക്കിത് മനസ്സിലാവുകയാണ്, ഈ നെറ്റ്വർക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇതിൻ്റെ വേരുകൾ ഇവിടുന്ന് ഡൽഹി വരെ കിടക്കുകയാണ്. ആ കമ്മ്യൂണിക്കേഷനും ഇവിടുത്തെ സിസ്റ്റവും കൂടെ മെർജ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലാണ് എന്നുള്ള വിഷയങ്ങളാണ് ഉയർത്തിക്കൊണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവസാനമായിട്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് അങ്ങനെ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിക്ക് നടത്താൻ സാധിച്ചത്. എന്താണ്? മലപ്പുറം ജില്ലയിൽ ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ്. എങ്ങനെയാണ് കേസുണ്ടാകുന്നത്? ഒരു ബൈക്കിൽ 3 ആളുകൾ യാത്ര ചെയ്താൽ ബൈക്ക് ഡ്രൈവ് ചെയ്തവൻ്റെ പേരിൽ കേസെടുക്കാൻ പാടുള്ളൂ. മലപ്പുറത്ത് എന്താ ചെയ്തിരുന്നത്? യാത്ര ചെയ്ത 3 ആളുടെ പേരിൽ 3 FIR ഇടും. ഇങ്ങനെ ഉണ്ടാക്കിയ കള്ളക്കേസുകളാണ്. എന്നിട്ട് ഇതിൻ്റെ നമ്പേഴ്സ് വർദ്ധിപ്പിക്കുന്നു. അതിനെ മുഖ്യമന്ത്രി തന്നെ ഡൽഹിയിൽ പോയിട്ട് ഹോണർ ചെയ്യുന്നു. അത് ഇന്ത്യ ആകെ, ഹിന്ദു പത്രത്തിന് കൂടി ഇന്ത്യ ആകെ ആ വാർത്തകൾ കൊടുക്കുന്നു. അതൊരു വേറെ ലൈൻ തന്നെയായിരുന്നു. പക്ഷേ ഈ യൂട്യൂബറുടെ കാര്യത്തിൽ കുറേ കേസെടുക്കുകയും അറസ്റ്റിന് ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ? അതോ അവരും സംരക്ഷിക്കാൻ താല്പര്യം പ്രവർത്തിക്കുന്നുണ്ടോ? യൂട്യൂബറുമായി ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കേസ് പോലീസ് സേനയുടെ വയർലെസ് ചോർത്തി വിട്ടത്. മറ്റേ കേസിൻ്റെയൊക്കെ സ്ഥിതി നമുക്കറിയാലോ, നിയമം എങ്ങനെയാണ് പോകുന്നത്. ആ കേസ് ഇസ് എ വെരി സീരിയസ് ഒഫൻസ് ആയിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2011 അമെൻമെൻറ്റിൽ 61F എന്ന് പറയുന്ന സെക്ഷനുണ്ട്. ഇവിടുത്തെ സേനകളുടെ ഇവരുടെ സ്വകാര്യമായ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ചോർത്തിയെടുത്തത് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ 61F അട്രാക്റ്റ് ചെയ്യും. 61F എൻ്റെ 61A ആണോ F ആണോ ഇപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. വട്ട് എവർ ഇറ്റ് മേ ബി, ഐദർ A or F. അത് കേസ് എടുത്തു കഴിഞ്ഞാൽ അത് IT ടെററിസമാണ്. IT ടെററിസം എന്ന് പറഞ്ഞാൽ 14 കൊല്ലം നമ്മൾ ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ്. ആ സെക്ഷൻ അപ്ലൈ ചെയ്യണം. അങ്ങനെ ആ സെക്ഷൻ അപ്ലൈ ചെയ്യാം എന്ന് ഇവിടുത്തെ ഹൈക്കോടതിയിലെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറയുന്ന ADGP, അന്നത്തെ ADGP അജിത് കുമാറിന് ലീഗൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും അതിന് തയ്യാറായില്ല. അതിൽ താല്പര്യം അജിത്തിൻ്റെ ആണോ അതോ? തീർച്ചയായിട്ടും അത് പണം വാങ്ങിയിട്ടാണെന്ന് ഈ പറയുന്ന യൂട്യൂബർ അത് മാനേജ് ചെയ്യുന്നത്. അതായിരുന്നല്ലോ എൻ്റെ പ്രധാനമായിട്ടുള്ളൊരു വിഷയം. അപ്പം ഈ ഗവൺമെൻറ്റിനെതിരെ, ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ, ഈ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യത്രയെ മാത്രം വർഗീയത കുത്തിവെച്ച യൂട്യൂബർമാരുടെ ലീഡറാണ് ഈ വ്യക്തി. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ മതേതര സംവിധാനം തന്നെ തകരും എന്ന് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഈ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമാണ്. പലരും ഉത്തരവാദിത്തപ്പെട്ടവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് നിങ്ങൾ ഇതിലേക്കൊന്നും ഇറങ്ങാതെ, എന്താ ഗവൺമെൻറ് ഇതിന് മുകളിൽ നടപടിയെടുക്കാത്തത് എന്ന് പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളത് പേഴ്സണൽ ടോക്കുകളിൽ പോലും അന്യമതസ്ഥരിൽപ്പെട്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, നിങ്ങളത് CMൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കുമെന്ന് പറയും. ഞാൻ സത്യത്തിൽ ആ വാർത്തകളൊന്നും അന്ന് കണ്ടുകൊണ്ടിരുന്നതാണല്ല. ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പഠിക്കാൻ ശ്രമിച്ചതും ഈ വാർത്തകളൊക്കെ കണ്ടെത്തുന്നതും ഇതിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതും. പക്ഷെ അതിലൊക്കെ വളരെ ലാഘവമായിട്ടുള്ള, എന്നാൽ പുറത്തേക്ക് പ്രകടിതമായിട്ട് എന്തോ ചെയ്യാൻ പോകുന്നു, ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്ന് പറയുന്ന നാടകത്തിനപ്പുറം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് പോലീസ് എടുത്തിരുന്നെങ്കിൽ ഈ യൂട്യൂബർമാരൊക്കെ എന്നോ വായടക്കമല്ലോ, വർഗീയത പറയുന്നവർ എന്നോ വാ പൂട്ടും. ഓക്കെ, ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ വലിയ പിന്തുണ CPMൻ്റെ സൈബർ സ്പേസിൽ നിന്നും അല്ലെങ്കിൽ ലോക്കൽ കോമേഴ്സിൽ നിന്നും താങ്കൾക്ക് കിട്ടിയിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തെറ്റാമെന്ന് തീരുമാനിക്കുകയും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസിനെ ആ നിലയ്ക്ക് വിമർശിക്കുന്നു. ആ സംഗതി പരിധി വിട്ടതോടെ താങ്കളുമായി ഉണ്ടായിരുന്ന ഒരു ഇമോഷണൽ കണക്ട് കോമ്രേഡ്സ് വിടുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ താങ്കൾ കുറച്ചുകൂടി ആ ഒരു ലെഫ്റ്റ് സ്പേസിൽ ഒരു ഗ്രൗണ്ട് നിലനിർത്താൻ പറ്റുമായിരുന്നില്ലേ? അതിൽ 2 കാര്യങ്ങളുണ്ട്. ആ നിലക്ക് എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങൾ
സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ടും എൻ്റെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്തതുകൊണ്ടും മുഖ്യമന്ത്രി അതിന് നിന്നു കൊടുക്കാത്തത് കൊണ്ടാണ് ഞാനിതെല്ലാം വിളിച്ചു പറഞ്ഞ് പുറത്തു വന്നതെന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമം CPM ലീഡർഷിപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നു. അതിൽ ചിലവരൊക്കെ വീണുപോയിരുന്നു അന്ന്. പക്ഷേ പിന്നെ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ഇപ്പോൾ സച്ചിദാനന്ദൻ എന്താ ഇപ്പോൾ പറഞ്ഞു വെച്ചത്, 1.25 വർഷം മുമ്പ് ഞാൻ എന്താണോ പറഞ്ഞത് അത് 1.25 വർഷം കഴിഞ്ഞിട്ട് സച്ചിദാനന്ദനെ പോലെയുള്ള ഒരാൾ പറയുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് വേർതിരിവുണ്ടായിരുന്നെങ്കിലും അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചോ സഖാക്കളെ സംബന്ധിച്ചോ ഞാൻ പറഞ്ഞത് വസ്തുതയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് 95% സഖാക്കളും. അത് എനിക്ക് ഫീൽഡിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കും. പക്ഷെ അവരൊന്നും മിണ്ടാൻ ശേഷിയില്ല, ഉള്ള ശേഷി പോലും എന്താ പറയുക പൂട്ടി വച്ചിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സഖാക്കളുടെ ഇടയിൽ അത്തരത്തിൽ എന്നോടുള്ള താല്പര്യവും ഞാൻ ഉയർത്തിയ വിഷയങ്ങളിലുള്ള പിന്തുണയും ഇന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായ ഈ റിസൾട്ട് വരില്ല. കേരളം ചർച്ച ചെയ്യപ്പെടുന്ന പിണറായിസം എന്ന് പറയുന്നത് ഇതൊക്കെ കൂടി ചേർന്നാണ് പിണറായിസം. അത് ഇന്ന് കേരളം മൊത്തം ചർച്ച ചെയ്യുകയാണ്. ഇടതുപക്ഷ പ്രവർത്തകരുടെ വോട്ടുകൾ കൂടി കിട്ടിയിട്ടാണ് UDF ഈ വലിയ അധികാരം ഇപ്പോൾ ഈ വിജയമുണ്ടാകുന്നത്. അത് അതിലേറെ ശക്തമായിട്ട് ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിൽ പ്രാദേശികതയും വ്യക്തി താല്പര്യവും ഒക്കെ അത് വരും. പക്ഷേ 26 ഏപ്രിലിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പിണറായിസത്തിനും ഞാനീ പറയുന്ന മരുമോനിസത്തിനും എതിരായിട്ടുള്ള വലിയ താക്കീതായി മാറും. CPM എന്ന് പറയാൻ പറ്റില്ല, പിണറായിയും സംഘവും ഇപ്പോഴും വിചാരിക്കുന്നത് BJPയുമായിട്ടും RSSുമായിട്ടും അവരുണ്ടാക്കുന്ന ചില ഉണ്ടാക്കിയ ധാരണകളുണ്ട്. ഞാൻ അടിയുറച്ചിപ്പോഴും അത് വിശ്വസിക്കുകയാണ്. അത് വർക്കൗട്ട് ചെയ്തിട്ട് വീണ്ടും അധികാരത്തിൽ വരും. അതുകൊണ്ടാണ് ഈ പറയുന്ന ആലപ്പുഴയിലെ സാമുദായിക നേതാവിനെയൊക്കെ ഈ വിഷയത്തിൽ ഈ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ പറയിപ്പിച്ച് കുറേ ആളുകൾ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഹൈന്ദവ സമുദായം, യഥാർത്ഥ ഭക്തർ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശബരിമല ഇഷ്യൂവിൽ പോലും BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് എടുത്ത നിലപാട് ആത്മാർത്ഥപരമല്ല എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി ഉത്തരവാദിത്തപ്പെട്ട കള്ളന്മാരെ പിടിച്ച് ജയിലിലാക്കണമെന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ സമരം നടത്തേണ്ട പാർട്ടിയാണ് കേരളത്തിലെ BJP ഒരു ഘട്ടത്തിൽ അതിലേക്ക് പോയിട്ടില്ല. ഈ ലീഡർഷിപ്പ് തമ്മിലുള്ള ഈ പൊളിറ്റിക്കൽ നെക്സസ് എന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നത് അത് കൃത്യമായിട്ട് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് BJPയും CPM ലീഡർഷിപ്പും തമ്മിലാണ്. ലീഡർഷിപ്പുകൾ തമ്മിൽ അതിൽ സാധാരണക്കാരായ BJPയുടെ പ്രവർത്തകരും വിശ്വാസികളും അതിൽ പെട്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ കൂടി ഇത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തെല്ലാം സെറ്റിൽമെൻറ്റ് പിണറായി പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന ഇടതുപക്ഷം ഒരിക്കലും കൂട്ടുചേരാൻ പാടില്ലാത്തവരുമായി കൂട്ടുചേർന്ന് ലീഡർഷിപ്പ് തീരുമാനിച്ചാൽ പോലും കേരളത്തിലെ സാധാരണക്കാരായ ഹൈന്ദവ വിശ്വാസ സമൂഹം BJP പ്രവർത്തകർ ഈ കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈകാരികമായ പ്രതികരണങ്ങൾ, പലപ്പോഴും എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങൾ. അപ്പോൾ അതിനകത്ത് ശരിയാണ്, ലെഫ്റ്റുമായിട്ട് തെറ്റി പുറത്തിറങ്ങി വരുന്നു. അതിനുശേഷം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടക്കുന്നു. പെട്ടെന്ന് സതീശനുമായ ഒരു വൈരാഗ്യബുദ്ധി രൂപപ്പെടുകയാണ്. എന്നിട്ട് സതീശനെ ആഞ്ഞ് വിമർശിക്കുന്നവർ നല്ല സ്വീകരിക്കുന്നു. സതീശനിസം എന്ന വാക്കുപോലും കോയിൻ ചെയ്യാൻ തയ്യാറാവുന്നു. പക്ഷെ പിന്നീട് സതീശൻ കൂടി നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ധാരയുടെ ഭാഗമായി താങ്കൾ മാറുകയും ചെയ്യുകയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്, ചില സമയത്തൊക്കെ പറഞ്ഞ പ്രയോഗങ്ങൾ, എടുത്ത നിലപാടുകൾ കടന്നുപോയി എന്നുള്ള ഒരു പശ്ചാത്താപം ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു വിലയിരുത്തൽ സ്വയം വാക്കുകൾ ആർക്കും പഴച്ചു പോകല്ലോ. ഇപ്പം നിലമ്പൂരിൽ ഞാനന്ന് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ പിണറായിസം അവിടെ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടിയ വോട്ടുകൾ മുഴുവൻ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വോട്ടുകളാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരിക്കലും തിരിച്ച് ആ വോട്ടുകൾ അന്നത്തെ UDF സ്ഥാനാർത്ഥിക്ക് പോകില്ല, എനിക്കറിയാം. ഞാൻ 9-8.5 വർഷമായിട്ട് അവിടെ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്ത് ഒന്നുകിൽ ആ സ്ഥാനാർത്ഥി മാറണം, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കണം. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ അവിടെ ജയിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതെനിക്ക് ഉറച്ചെൻ്റെ കണക്കായിരുന്നു. ഞാൻ അത്ര വലിയ റിസ്ക് അതിലെടുത്താണ്. ഞാൻ രാജിവെക്കുമ്പോൾ എന്താ പറഞ്ഞത്? രാജിവെക്കുമ്പോൾ ഞാൻ അന്ന് പ്രസ് മീറ്റിൽ പറഞ്ഞത് പിണറായിസത്തിൻ്റെ ശവപ്പെട്ടിയുടെ അവസാനത്താണ് ഈ നിലമ്പൂരിൽ ഞങ്ങൾ അടിച്ചു തുടങ്ങും. ഉപതെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥി 30,000 തൊട്ട് 40,000 വോട്ടിൽ അവിടെ വിജയിക്കും. അതാണ് ഇനി എൻ്റെ വർക്ക് എന്ന് പറഞ്ഞത്. ആ അവസ്ഥയിൽ ആ പറഞ്ഞു വെച്ചിടത്ത് LDFൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ പിന്നെ പിണറായിസുണ്ടോ, പിന്നെ വരുമാനിസുണ്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടോ? കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം ബിഗ് സീറോ ആകാൻ പോവാണ്. അത് എന്നെ സംബന്ധിച്ചും നാടിനെ സംബന്ധിച്ചും ഹൈ റിസ്ക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കൂ.
13,000 വോട്ടാണ് ഷൗക്കത്തിന് ഭൂരിപക്ഷം. എനിക്ക് 19,700, 20,000 വോട്ടൊന്ന് കൂട്ടിക്കോളൂ. 20,000, 13,000 എത്രയും 33,000 വോട്ടിൻ്റെ ആൻറ്റി പിണറായി വോട്ടാണത്. അത് നമുക്കന്ന് പ്രൊജക്റ്റ് ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് UDF ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പരിശോധനയിൽ അവരത് പരിശോധിച്ച് കണ്ടെത്തിയിട്ട് ഈ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ എനിക്ക് ക്ഷയിക്കേണ്ടതെന്നല്ലോ. കാരണം എൻ്റെ വോട്ടുകൾ മുഴുവൻ വന്ന CPM ബൂത്തുകളിൽ നിന്നാണ്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ടവിടെ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അന്നത്തെ, കാരണം ചില പൊളിറ്റിക്സിലത് ഞാൻ പറഞ്ഞു, ചില ഘട്ടത്തിൽ നമ്മൾ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതിൽ ഹൈ റിസ്ക് ഉണ്ടാവും. അല്ല, അന്ന് ആ തർക്കം ഉണ്ടായി. ആ തർക്കത്തിൻ്റെ ഒരു തലം വലുതായി പോയല്ലോ. അത് അതെന്താ മനസ്സിലാക്കിയാൽ അന്നത്തെ ഒരു സാഹചര്യം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ പറഞ്ഞു കൊടുത്തവരും മനസ്സിലാക്കി കൊടുത്തവരുടെയും അവരുടെ അസസ്മെൻറ്റിൽ അന്ന് പാളിയിരുന്നു. ആ പാളിച്ച നമ്മൾ എന്താ പറയുക, മൗനമായി ഇരുന്നാൽ അവിടെ ജയിക്കാൻ പോകുന്ന പിണറായിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് പിന്നെ ഡു ഓർ ഡൈ എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അതൊരു പൊളിറ്റിക്സിൽ അത്യപൂർവമായി വരുന്ന ഒരു സാഹചര്യമാണ്. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ല, ഇപ്പം ടീം UDFൻ്റെ ഭാഗമാണ്. സതീശൻ എന്ന് പറഞ്ഞ ലീഡർ അന്ന് ഒരു അകലത്തിൽ തർക്കമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ എങ്ങനെയാണ് സതീശൻ്റെ ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി? വളരെ ആത്മാർത്ഥമായ പരിപൂർണമായിട്ടുള്ള, കാരണം ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ അതിനുശേഷം സംസാരിച്ചാണ് എന്താ സംഭവിച്ചത്. വളരെ സിൻസിയറായിട്ടുള്ള അപ്രോച്ചാണ് എൻ്റെ അടുത്ത് എടുക്കുന്നത്. ഞാനും അതുപോലെ തന്നെ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ നിങ്ങൾക്കറിയാലോ UDFന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ കണ്ണൂരിൽ വെച്ചിട്ടാണ് നിരുപാധിക പിന്തുണ UDF നമ്മൾ തീരുമാനം. നമുക്കതിൽ സീറ്റുണ്ടോ സ്ഥാനാർത്ഥിത്വമുണ്ടോ അതൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. പിണറായിയെ താഴെ ഇറക്കുക എന്നതിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുക എന്ന് തന്നെയാണ് അന്ന് തീരുമാനിച്ചത്. ഇപ്പം സ്വന്തം മണ്ഡലം മത്സരം എന്നതിനപ്പുറമുള്ള മറ്റു കാര്യങ്ങളിൽ കൂടി അഭിപ്രായം പറഞ്ഞ ആളെന്നിരിക്കാൻ ചോദിക്കുകയാണ്. UDFനകത്ത് ഇപ്പോൾ ലീഡർഷിപ്പിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം ജനങ്ങൾക്കിടയിലുണ്ടോ? ആരായിരിക്കും മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്? ആരാണ് നയിക്കുന്നത്? അത് KC വേണുഗോപാലാണോ അതോ VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ? പലതരം ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. സോ അതിനകത്തൊരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അതിലൊരു ക്ലാരിറ്റിയുടെ ആവശ്യമില്ല. അത് ഇവിടെ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു ചർച്ചയാണ്. അതൊക്കെ എന്താ പറയുക, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറും. ഇവിടെ UDF അധികാരത്തിൽ വരും, ആര് മുഖ്യമന്ത്രിയാണെന്ന് ഈ പറയുന്ന UDF ലീഡർഷിപ്പും AICCയും തീരുമാനിക്കുക. അദ്ദേഹം ആരാണ് തീരുമാനിക്കുന്നത് അവർ മുഖ്യമന്ത്രിയാവും. സതീശൻ അതിന് കേപ്പബിലിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, അതല്ല, കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും. ഇപ്പം UDFൻ്റെ ലീഡറും പ്രതിപക്ഷ നേതാവും അദ്ദേഹം തന്നെയാണല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നവയുഗ യാത്ര, അതിൽ നടക്കുന്ന ജനപങ്കാളിത്തം ഈ ഗവൺമെൻറ്റിനെതിരാണ്. അത് നയിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവാണ്. ആ നിലക്ക് ഒരു കപ്പാസിറ്റിയിലെ ലീഡറാണ് അദ്ദേഹം എന്നുള്ളത് ഇപ്പോൾ പൊതുസമൂഹം തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതേപോലെ കപ്പാസിറ്റിയിലെ ലീഡേഴ്സ് കോൺഗ്രസ്സിൽ വേറെയുണ്ട്. അപ്പോൾ അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ ഒരുപാട് കാലം ജനിച്ചന്ന് മുതൽ അതിലുണ്ടായിരുന്നു. അതൊരു ലൂസുള്ള ഷർട്ടാണ്. ഇപ്പോൾ CPMനെ പോലെ വരിഞ്ഞ് മുറുങ്ങിയ കുപ്പായെന്നല്ലല്ലോ. അപ്പോൾ അതൊരു ജനാധിപത്യ പാർട്ടിയാണ്. അതിൽ പല അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ അത് സ്മൂത്തം ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. ലെഫ്റ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു MLA കൂടിയാണ് താങ്കൾ. കേരളത്തിൽ എല്ലാവർക്കും പരിചിതനായിട്ടുള്ളൊരു MLA, നിലമ്പൂർ MLA മാത്രമല്ല. എന്ന് മാത്രമല്ല, ലെഫ്റ്റ് ആൾക്കാർ മൊത്തം അത്രയും ഒരു ഹൈ മൂഡിൽ കൊണ്ടു നടന്നിട്ടുള്ള, ആഘോഷിച്ച, സ്നേഹിച്ച അമ്പുക്ക അവിടെ നിന്ന് മാറി, എക്കോസിസ്റ്റം തന്നെയും മാറി. ഇവിടെ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്? ഇവിടെ ആ നിലയ്ക്കുള്ള സെലിബ്രേഷൻ, സ്നേഹം. ഇപ്പോൾ അപ്പുറത്താണെങ്കിൽ CPI മാറി. ഇപ്പോഴത്തേക്കൊന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയ എന്ന് വെച്ചാൽ മലബാറാണ്. ലീഗ് ഒരു ഘട്ടത്തിൽ ആഞ്ഞ് വിമർശിച്ച ലീഗുകാരാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്നത്. സ്വീകരണം, ഹൃദയബന്ധം, ഊഷ്മളത, അതിൻ്റെ ഒരു ചേഞ്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഫീൽ ചെയ്യുന്നത്? എനിക്കതൊരു വലിയ എന്താ പറയുക ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ CPMൻ്റെ കൂടെ സഹകാരിയായി നിൽക്കുമ്പോഴും ഞാൻ എപ്പോഴും ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെ ഇടയിലൂടെയാണ് എൻ്റെ ജീവിതം മൊത്തം. രാഷ്ട്രീയം എന്ന് മാത്രമല്ല, പൊതുവിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വസ്തുക്കളോടൊരു മോഹമില്ലാത്ത മനുഷ്യനാണ്. എപ്പോഴും ഒരു നോർമൽ ആക്ടിവിറ്റി കോഴ്സിലിങ്ങനെ പോകുന്ന ഒരു രീതിയിൽ സാധാരണക്കാരായിട്ട് മിങ്കിൾ ചെയ്തു. അത് ഇപ്പുറത്ത് വരുമ്പോൾ എനിക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പുറത്തുള്ള ഒരു സഖാക്കളുമായിട്ടുള്ള എന്താ പറയുക ഒരു വ്യക്തിബന്ധവും ഞാൻ വിട്ടിട്ടില്ല. ഞാൻ കോൺഗ്രസ് വിട്ട് CPMൽ വരുമ്പോഴും കോൺഗ്രസ്സിൽ ഈ പറയുന്ന ലീഡർഷിപ്പ് എൻ്റെ കൂടെ ലീഡേഴ്സായിട്ടുണ്ടായിരുന്ന ആളുകളുമായിട്ടൊന്നും വ്യക്തിപരമായിട്ട് ഞാനൊരു അഭിപ്രായത്തെ രാഷ്ട്രീയം പറയും. ഇപ്പം രമേശ് ചെന്നിത്തലയുടെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു ഞാൻ. രമേശ് ചെന്നിത്തല മാറി KC വേണുഗോപാൽ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആകുമ്പോൾ അപ്പോഴും അന്നും ഞാൻ മലപ്പുറം ജില്ലാ ഭാരവാഹി. ഇവരുടെ കൂടെയൊക്കെ വർഷങ്ങളോളം നിന്നിട്ടുണ്ട്. സുധാകരൻ മന്ത്രിയാകുന്ന സമയത്ത് അവിടെ അന്ന് ഞങ്ങളുടെ 4ാം ഗ്രൂപ്പ് എന്ന് പറയുന്ന കോൺഗ്രസ്സിലെ ആ ഗ്രൂപ്പിൽ അദ്ദേഹത്തിൽ ആ കാലത്തുള്ള ഈ ബന്ധങ്ങളൊന്നും നമ്മൾ വിട്ടിട്ടില്ല. അപ്പോൾ അത് സൗഹൃദമാണ്. ഇപ്പോഴും CPMലെ
ഉത്തരവാദിത്തപ്പെട്ട എത്രയോ ആളുകൾ, സാധാരണ പ്രവർത്തകരൊന്നും ഒരു മോശം വാക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സഖാവിനെ കുറിച്ചോ ഞാൻ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞു വന്നത് പിണറായിസാണ്. ആ പിണറായിസം ഇവിടെ തകർക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ. ഇടതുപക്ഷം ഇവിടെ മണ്ണിട്ട് പോകണമെന്ന് ഒരാൾക്കും ആഗ്രഹിക്കാൻ കഴിയും. ഒരു മതനിരപേക്ഷവാദിയെ സംബന്ധിച്ച് ഇടതുപക്ഷം ഇവിടെ വേണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ ഇടതുപക്ഷം ഇല്ലാണ്ടാക്കുകയാണ്. ഇടതുപക്ഷ ചിന്തകൾ പോലും പോവുകയാണ്. തൊഴിലാളികളുമായിട്ടൊരു ബന്ധമില്ല. ഇവിടുത്തെ മതനിരപേക്ഷ സംവിധാനങ്ങളുമായിട്ട് ബന്ധമില്ല. എക്സ്ട്രീം റൈറ്റിലേക്ക് പോയിട്ട് ഫാസിസ്റ്റുകളുമായി കൂടിച്ചേർന്ന് എങ്ങനെയും ഭരണം നിലനിർത്തുക. ഇപ്പം ഇന്ന് തന്നെ നമ്മൾ ഈ ഇൻ്റർവ്യൂ ഇൻട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന വാർത്തകൾ, മുഖ്യമന്ത്രി ഇപ്പം ഇവിടെ CPM നടത്തുന്ന സർവേ ഉണ്ട്, നവകേരളത്തിനെ കുറിച്ചുള്ള. ആ സർവേ സർക്കാർ ചെലവിൽ നടത്തിയിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഫോൺ കോൾസ് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത്. ഈ രീതിയിൽ പച്ചയായി എന്തു ചെയ്തും ഭരണം അധികാരം. എന്തിനാ ഈ ഭരണവും അധികാരവും? ആർക്ക് വേണ്ടിയിട്ടാണ്? എല്ലാ ആശയങ്ങളെയും തച്ചുടച്ചുകൊണ്ട് ഈ അധികാരം വേണ്ടത് ആർക്കാണ്? ആ പാർട്ടിക്കല്ല, ആ മുന്നണിക്കല്ല. അത് വേണ്ടത് പിണറായി കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, പിണറായി വിജയൻ്റെ ഏകാധിപത്യം, പ്രത്യേകിച്ച് CPIM പോലൊരു പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ അപ്രമാദിത്വം പോലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് സൈദ്ധാന്തികമായി തന്നെ ഉന്നയിക്കാവുന്നതാണ്. പക്ഷെ താങ്കൾ മത്സരിക്കാൻ തീരുമാനിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? ബേപ്പൂരാണ്. അവിടെ വരുന്നു മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ CPIM നേതാവിടെ MLA ആണ്, അദ്ദേഹം മന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തെ താങ്കൾ ആക്രമിക്കാൻ എടുക്കുന്ന ടൂൾ എന്ന് പറയുന്നത് മരുമോനിസം എന്ന വാക്കാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളെ നിരന്തരമായി കേരള സമൂഹത്തിൽ ചർച്ചയാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നിലയ്ക്ക് ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയത്തിലെ അയാളുടെ ഭൂതകാലത്തെ, അയാളുടെ വർത്തമാനത്തെ മുഴുവൻ റദ്ദ് ചെയ്യുകയും അയാളുടെ വ്യക്തിപരമായ ബന്ധങ്ങളെ എടുത്തുപയോഗിക്കുക, അയാൾ മരുമോനായതുകൊണ്ടാണ് എല്ലാം കിട്ടുന്നത് എന്ന് സ്ഥാപിക്കുന്നത് രാഷ്ട്രീയമായ ഒരു ശരിയാണ് എന്ന് അൻവറിന് തോന്നുന്നുണ്ടോ? രണ്ട് നിലക്കാണ് മരുമോനിസം. നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വ്യക്തിക്ക് ഒരു പാർട്ടിയിൽ കൊടുത്ത അമിത സ്വാധീനം, ആദ്യത്തെ തവണ MLA, ആദ്യത്തെ തവണ മന്ത്രിയാകാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് പോയാൽ പാർട്ടി സെക്രട്ടേറിയറ്റ്, എത്ര സീനിയർ ലീഡേഴ്സിനെ വെട്ടിയിട്ടാണ് മുഹമ്മദ് റിയാസ് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറാവുന്നത്? ടോട്ടൽ ഒരു പാറ്റേൺ ചേഞ്ച് എടുത്തതല്ലേ? അല്ലല്ല, ടോട്ടൽ പാറ്റേൺ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അത് നമ്മൾ വസ്തുതാപരമായി അത് പഠിക്കുമ്പോൾ തന്നെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാരിൽ സ്വാധീനമുള്ളത് ഈ വ്യക്തിക്കാണല്ലോ. എന്തുകൊണ്ടാണ്? ഇവിടെ അപ്പോൾ ഹോസ്പിറ്റലുകളിൽ പോലും കൊടുത്ത മെഷീനറികൾ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ തിരിച്ചെടുത്തു പോകുന്ന പല കമ്പനികളും. ആശുപത്രിയിൽ സൂചിയില്ല, നൂലില്ല, മരുന്നില്ല, പാരസെറ്റമോൾ ഇല്ല എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും അതിൻ്റെ പ്രൊഫസർമാരും അതിൻ്റെ സൂപ്രണ്ടുമാരാണ്. ജനം അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. എല്ലാ മേഖലകളിലും ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ, ഈ ബില്ലുകൾ മുഴുവൻ പെൻഡിങ് നിൽക്കുമ്പോൾ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസത്തിൻ്റെ എല്ലാ പ്രോജക്റ്റുകൾക്കും പൈസ കൊടുത്തിരിക്കും. നിഷാദൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു പക്ഷേ കാണാൻ കഴിയും, കേരളത്തിൽ കഴിഞ്ഞ ഈ കേരള സർക്കാർ 1957 അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള ഈ 10-70 വർഷത്തെ ടൂറിസം വകുപ്പിന് ചെലവഴിച്ച പൈസയും മുഹമ്മദ് റിയാസ് കഴിഞ്ഞ 4.5 കൊല്ലമായി ചെലവഴിച്ച പൈസയും നിങ്ങൾ തുലനം ചെയ്താൽ 10-60 വർഷം ചിലവാക്കിയതിനേക്കാളും ഇരട്ടിയിലധികം പണം ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഇക്കാലം വരെ ഇല്ലാതെ ഒരു ടൂറിസത്തിന് ഇത്രമാത്രം പണം അനുവദിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? നമുക്കിപ്പോൾ വേറെ വരുമാനമൊന്നുമില്ല, ടൂറിസത്തിൽ നമ്മൾ കേന്ദ്രീകരിക്കണ്ടേ? ടൂറിസത്തിൽ അതിപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ടൂറിസത്തിൽ മാറ്റം കഴിഞ്ഞ 5 വർഷം മുമ്പും ഇപ്പോഴത്തും സ്വാഭാവിക മാറ്റത്തിനപ്പുറം എന്ത് മാറ്റം ഉണ്ടായി നമുക്ക് പറയാൻ കഴിയില്ല. കേരളം ടൂറിസം ബേസ്ഡാണ്, അതിന് ഒരു തർക്കവുമില്ല. അപ്പം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുടെ ബില്ലുകൾ പെൻഡിങ്ങിൽ നിൽക്കുകയും സർക്കാരിന് മുന്നോട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഒരു അമിതാധികാരമുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇത്തരത്തിലുള്ള അമിതാധികാരങ്ങൾ യൂസ് ചെയ്യണം. എന്താണ്? അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ അദ്ദേഹം മരുമോനായതിനൊന്നും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളാണ്. പക്ഷേ ഒരു അമിതാധികാരം ഒരു വ്യക്തിക്ക് കൊടുത്തുവിടെ. പാർട്ടി നിങ്ങൾ നോക്കൂ, കോഴിക്കോട് ജില്ലയിലെ പാർട്ടി ആരുടെ കയ്യിലാണ്? മലപ്പുറം ജില്ല ആരുടെ കയ്യിലാണ്? വയനാട്ടിലെ ഗഗാറിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് ടേം സെക്രട്ടറിയെ മാറ്റിയത്? കണ്ണൂർ ജില്ലയിലെ എല്ലാ ജയരാജന്മാരെയും മാറ്റിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ രാകേഷിനെ പിടിച്ച് അവിടെ സെക്രട്ടറി ആക്കി. കാസർഗോഡ് ജില്ല, ഈ 6 ജില്ലയിലെയും പഴയകാല സഖാക്കളെവിടെ? എളമരം കരീമ എവിടെ? മോഹനം മാഷ എവിടെ?
പ്രദീപ് കുമാർ എവിടെ? 60 വയസ്സിന് മേലെ തലം നിറച്ച ജീവിതം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം അതിനു വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്ത എത്ര സഖാക്കൾ ഇവിടെ അന്തം വിട്ട് നിൽക്കുന്നു. എങ്ങനെയാണ് ഈ പാർട്ടിയിൽ ഇത്ര വലിയ അപ്രമാദിത്വം ഈ വ്യക്തിക്ക് ഈ പറയുന്ന ചെറിയൊരു കാലം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അദ്ദേഹം ഒരു DYFIയുടെ നേതാവ് മാത്രമായിരുന്നു. പിന്നെ മരുമോനിസം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് എന്ത് നിലപാടാണ്? ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നിലപാടുണ്ടോ? ഇവിടെ പോലീസിൽ നടന്ന ഈ അതിക്രമത്തിനെ കുറിച്ച് അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊരു വാക്ക് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അത് പാർട്ടി പൊസിഷനിൽ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റില്ല. അല്ല, പറയാലോ. ചോദിക്കുന്ന പത്രക്കാരുടെ ചോദ്യത്തിന് എന്താ അദ്ദേഹം പറഞ്ഞു? ഞാനൊന്നും പറയാറില്ല, ഞാനതിന് പ്രതികരിക്കുന്നില്ല, അത് പാർട്ടി സെക്രട്ടറി പറയും, അല്ലെങ്കിൽ ഇന്ന ആൾ പറയും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലേ. ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വലിയ രീതിയിൽ ഇവിടെ കത്തിച്ചതല്ലേ അദ്ദേഹം DYFIയുടെ നേതാവും. എത്ര പോസ്റ്റുകൾ, എത്ര പ്രസ്താവനകൾ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഉണ്ടാവുമല്ലോ. NEP ഒരാളെയും അറിയാതെ ഡൽഹിയിൽ പോയി ഒപ്പിട്ട് വന്ന് അത് പാസ്സാക്കി. എന്താ മുഹമ്മദ് റിയാസിൻ്റെ നിലപാട്? എവിടെയാണ് നിലപാടെന്ന്? ഇപ്പോൾ അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പോയി കാണുകയാണ്. ആശുപത്രി, ഹെൽത്ത് സെൻ്ററുകൾ, ടൂറിസത്തിന് ഈ പണം മുഴുവൻ ചെലവഴിക്കുമ്പോഴും അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആ ജനങ്ങളുടെ അടിസ്ഥാന വിഷയമാണ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. പൂട്ടിക്കിടക്കുകയാണ് ഇവിടെ. മാറാട് വരെ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോഴും ഗൈനക്കോളജിസ്റ്റ് ഇല്ല. ഗൈനക്കോളജി ഒരു പ്രസവം നടത്താൻ ഒരു സൗകര്യമില്ലാത്ത താലൂക്ക് ആശുപത്രി കേരളത്തിലുണ്ടെങ്കിൽ അത് ബേപ്പൂരാണ്. ESI ഹോസ്പിറ്റലിൽ പോയി 2.5 കൊല്ലമായിട്ട് കോടിക്കണക്കിന് മെഷീനുകൾ, സ്കാനിങ് മെഷീനുകൾ, അൾട്രാസൗണ്ട് സ്കാനർ, ഈ പറയുന്ന മറ്റുള്ള മെഷീനറുകൾ കോടിക്കണക്കിന് രൂപ പൂട്ടിക്കിടക്കുകയാണ്. ഒരു റേഡിയോളജിസ്റ്റിനെ വെച്ച് കൊടുക്കാത്തതുകൊണ്ടാണ്. 23 കോടി മുടക്കി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് ഓഗസ്റ്റിലാണ് മുഖ്യമന്ത്രി. ഞങ്ങൾ പോയി അവിടെ വന്നതിന് ശേഷം അവിടെ പോയി പ്രസിഡൻ്റാക്കി സൂപ്രണ്ട് സമരം ചെയ്തപ്പോഴാണ് 6 മാസം ഉദ്ഘാടനം ചെയ്ത കെട്ടിടം എല്ലാ സൗകര്യങ്ങളും കൂടിയും തുറക്കാൻ പോലും പറ്റില്ല. എന്താ? 2 നഴ്സുമാരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിനൊന്നും ഇതൊക്കെ ഒരു വ്യക്തി നിലപാട് സ്വീകരിക്കേണ്ട കാര്യമല്ലേ, ഇടപെടേണ്ട കാര്യങ്ങളല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, റിയാസിനെ വിമർശിക്കാം, റിയാസിനെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഞാൻ കാണുന്നൊരു കാര്യം, റിയാസിൻ്റെ പേരിനൊപ്പം മരുമോൻ എന്ന് ചേർക്കുക, പിന്നെ റിയാസാണ് അടുത്ത് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് പ്രചരിപ്പിക്കുക, അതിൻ്റെ അപ്പുറം കിടന്ന് റിയാസ് മുസ്ലിമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതൊക്കെ സംഘപരിവാറിൻ്റെ പരിപാടിയായിരുന്നു. റിയാസിനെ മരുമോൻ എന്ന പേരിൽ ചാപ്പയടിക്കാനുള്ള പരിശ്രമം ആദ്യഘട്ടത്തിൽ നടത്തിയതും ഒക്കെയും സംഘപരിവാറാണ്. ആ ഒരു ആലോചന ഈ വാക്കെടുത്ത് ഉപയോഗിക്കുമ്പോൾ അൻവറിന് ആ ജാഗ്രത വേണ്ടെന്ന് ചോദിക്കുകയാണ് ഞാൻ. അല്ല, അതിനെ കണ്ട ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും. ഞാനൊരു പൊതുസമൂഹത്തിൻ്റെ ജനറലായിട്ടുള്ള വിഷയങ്ങൾ വെച്ചിട്ടും നമ്മളുടെ അനുഭവങ്ങൾ വെച്ചിട്ടും ഈ ഗവൺമെൻറ്റിൽ അദ്ദേഹത്തിനുള്ള അപ്രമാദിത്വം വെച്ചിട്ടും ആ അപ്രമാദിത്വം അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് റീലുകൾ അടക്കാനും ഈ പറയുന്ന ഫെസ്റ്റുകൾ നടത്താനും ലൈറ്റ് ഇടാനും പൂരം നടത്താനുമുള്ള ഒരു എന്താ പറയുക, ആ ഒരു രീതിയിലേക്കില്ലേ ഒരു സമൂഹത്തെ ഒരു എന്താ പറയുക സാംസ്കാരിക ലോകം എന്ന് പറയുന്നില്ല, ഒരു ആസ്വാദന സമൂഹമാക്കി മാറ്റി. ജീവിക്കാൻ വഴിയില്ല, മറ്റു മാർഗങ്ങളില്ല, ഒരാൾക്ക് തൊഴിൽ കൊടുത്തിട്ടില്ല, എല്ലാ തൊഴിൽശാലകളും പൂട്ടപ്പെട്ടു. അപ്പോൾ ഇതിലേക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധയും വരുന്നില്ല. എത്രയോ ഫാക്ടറികൾ പൂട്ടിപ്പോയി. ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, നിഷാദ് പേ ചോദിച്ചതിന് ഒറ്റ ഉത്തരം മന്ത്രി ഒന്ന് പറയട്ടെ. 32 കോടി രൂപയ്ക്കാണ് 31 ഏക്കർ 33 സെൻറ്റ് ഫറൂഖ് നമ്മളെ സ്റ്റീൽ കോംപ്ലക്സ് വെക്കുന്നത്. 1 ഏക്കർ ഭൂമിക്ക് കോടിക്കണക്കിന് രൂപ, 350-400 കോടി രൂപ സർക്കാർ വാല്യൂഷൻ്റെ പ്രോപ്പർട്ടി. ഈ 33 കോടി രൂപക്ക് ആരാ എടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കോൺഷ്യൻസിൽ ഒരു പൊതുമുതലാണ്. ഛത്തീസ്ഗഡിൽ ഏതോ ഒരു പേപ്പർ കമ്പനി വന്ന് ലേലത്തിനെടുത്ത് പോവുകയാണ്. എന്താ അദ്ദേഹം ഇടപെടാതിരുന്നത്? എത്ര ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചു. സർക്കാരിനൊരു സ്റ്റേ കൊടുക്കാൻ പറ്റുമോ? തിരുവനന്തപുരം എയർപോർട്ട് അദാനിയെ ഏൽപ്പിക്കുമ്പോൾ ആ എയർപോർട്ട് ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾക്ക് തരണം, നിങ്ങൾ പറഞ്ഞ പണം തരാമെന്ന് പറഞ്ഞ ഗവൺമെൻറ് ഇപ്പോഴും ഇവിടെ അധികാരത്തിലിരിക്കുകയാണ്. ആ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ പൊതുസമൂഹത്തിൻ്റെ ഇത്രയും കണ്ണായ നാളെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് നടത്താവുന്ന ഒരു ഫാക്ടറിയും അതുമായി ബന്ധപ്പെട്ട ഭൂമിയും ഈ 32 കോടിക്ക് വിറ്റ് പോകുമ്പോൾ അതിൽ ഒരു നിലപാടൊരു ഇടപെടൽ നടത്തണ്ടേ? അപ്പോൾ അതാരാ അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇവിടെ ആളുകൾക്ക് പല സംശയങ്ങളുണ്ട്. അദ്ദേഹം ഇടപെടുന്ന കാര്യത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിലോ ഉദ്യോഗസ്ഥന്മാരോ ഒന്നിനും അവർക്ക് ധൈര്യമില്ല. ഞാൻ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കാര്യം മിനിയാന്ന് പത്രസമ്മേളനം നടത്തി ഞാൻ പറഞ്ഞു. PWD എഞ്ചിനീയർമാരെക്കാളും വാല്യൂ, ചീഫ് എഞ്ചിനീയറെക്കാളും വാല്യൂ ഈ പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മാനേജർമാർക്കാണ്. PWDയിലേക്ക് അതിൽ ഇടപെടാൻ വയ്യ. അവർക്കൊരു ഇവരെന്ത് കൊടുക്കുന്നോ അത് ഒപ്പിട്ട് കൊടുക്കുന്ന
ഒരു ഊരാടുങ്ങൾ സൊസൈറ്റി കേരളത്തിലെ PWDയുടെ ഒഫീഷ്യൽ ആയി മാറുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. ആരാ ഉത്തരവാദി? എന്തുകൊണ്ടാണ്? എവിടുന്ന് കിട്ടി PWD മന്ത്രിക്ക് ഈ അധികാരം? അപ്പം മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി തൻ്റെ പിൻഗാമിയായി കാണുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നു താങ്കൾ ഉറച്ചു വിശ്വസിക്കുകയാണ്? തീർച്ചയായിട്ടും. അത് മാത്രമാണ് ആത്യന്തിക. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഈ പിണറായിസം എന്ന് പറയുന്ന അതെങ്ങനെയാണ് CPM പോസിബിൾ ആവുക? CPM പോസിബിൾ ആണ്. അതാണ് CPMന്റെ ഏറ്റവും വലിയ അപജയം ഇപ്പം നടക്കാൻ പോകുന്നത്. CPM എന്ന് പറയുന്ന ആ സംവിധാനം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തിയാധിപത്യം തന്നെയാണ്. പിണറായിയുടെ മുഖത്ത് നോക്കിയിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെ നമുക്കൊന്ന് തിരിച്ചാലോചിച്ചുകൂടെ എന്ന് പോലും ചോദിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അതിനുള്ള ശേഷിയുള്ള ഒരാൾ വരില്ല. ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു ലീഡർ, ഒരാളൊന്ന് ശബ്ദിക്കട്ടെ. എല്ലാം സ്വയം സഹിച്ച് നിൽക്കുകയാണ്. ഇനി ഇതൊന്നും അധികകാലം സഹിക്കില്ല. എൻ്റെ അടുത്തൊരു ഉത്തരവാദിത്തപ്പെട്ട സഖാവ് പറഞ്ഞതാ, എന്നാലും ഇപ്പം അധികകാലം സഹിക്കണ്ടല്ലോ, ഇപ്പം അങ്ങനെ അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് തീരട്ടെ എന്ന് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഓരോരുത്തരും അവരുടെ സേഫ്റ്റിയാണ് നോക്കുന്നത്. പിണറായിക്കെതിരെ പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞാൽ, തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ചാൽ, ഗവൺമെൻറ്റിനെ തിരുത്തണമെന്ന് സൂചിപ്പിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഈ പറയുന്ന ലീഡർഷിപ്പ് ആലോചിക്കുന്നത്. എനിക്ക് എന്തോ സംഭവിച്ചോട്ടെ, ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം, ഈ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ന്യായമായ അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണമെന്ന് പറയാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ പോലും പാർട്ടിയിലില്ലാത്തതിൻ്റെ ദുരന്തമാണ് ഈ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ഇവിടെ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ തിരിയുന്നത്. അവർ മറിച്ച് വോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കാനാണ്. ഇവരെ താഴെ ഇറക്കി മൂലക്കലാക്കിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ ഓരോ ചുമട്ട് തൊഴിലാളിയും എല്ലാ തൊഴിലാളികളും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ ബേപ്പൂര് ലെഫ്റ്റിൻ്റെ ഒരു സ്ട്രോങ് ബേസ് ആണ്. അവിടെ പോയിട്ട് ജയിക്കാം എന്നൊരു കോൺഫിഡൻസ് വരുന്നതിന് ചില ഫാക്ടേഴ്സ് വേണമല്ലോ. കേവലമായ ആത്മവിശ്വാസ പ്രകടനം അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾക്കപ്പുറം ഗ്രൗണ്ട് ഫാക്ടേഴ്സ് വേണം. അതിൽ അൻവർ വിചാരിക്കുന്ന ചേർന്ന് നിൽക്കുമെന്ന് കരുതുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? 2 കാര്യമാണ്. എനിക്ക് അടിയുറച്ച വിശ്വാസം ഈ നാട്ടിലെ ജനങ്ങളിലുണ്ട്. 2 അടിയുറച്ച വിശ്വാസം സാധാരണക്കാരായ സഖാക്കളിലുണ്ട്. ആ 2 വിഭാഗവും എനിക്ക് ഒരുമിച്ച് ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. അത്തരം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടോ? കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികം, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും സഖാക്കളും അവിടുത്തെ മനുഷ്യരും ഒരുമിച്ച് നിൽക്കും. അത് കേരളത്തിൽ എവിടെ പോയി നിന്നാലും ആ ജനം എൻ്റെ കൂടെ നിൽക്കുമെന്ന് എൻ്റെ വിശ്വാസമാണ്. ഞാൻ ജനത്തിന് വേണ്ടിയാണ് ഇതുവരെ സംസാരിച്ചത്. ആദ്യം ഞാൻ സംസാരിക്കുന്ന സഖാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈ അവസ്ഥയിൽ നിന്നും മാറണം. പോലീസിലെ പുഴുക്കുത്തുകൾ അവസാനിപ്പിക്കണം. ഇവിടെ ഉദ്യോഗസ്ഥ ഭരണമാണ്. ഇവിടെ IASകാരും IPSും IRSും IFSകാരും ഇവിടെ ഭരിക്കുന്നത്. ജനങ്ങൾക്കൊരു ബന്ധമില്ല. പൊതുപ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിലോ സർക്കാർ ഓഫീസിലോ പോകാൻ കഴിയുന്നില്ല. പാർട്ടി സെക്രട്ടറിമാർക്ക് പാർട്ടിയുടെ കാര്യം, ജനങ്ങളുടെ കാര്യം പറഞ്ഞ് സർക്കാർ ഓഫീസിൽ പോകാൻ വയ്യ. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ തലയിൽ തോർത്തിട്ട് നടക്കേണ്ട ഗതികേടുണ്ട് CPM ലീഡേഴ്സിന്, പൊതുപ്രവർത്തകർക്ക്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അന്നും ഇന്നും ഇപ്പോഴും. ഇപ്പോൾ ബേപ്പൂരിൽ ചെല്ലുന്നു, ബേപ്പൂരിലെ കാര്യങ്ങൾ പഠിക്കുന്നു. നിരവധിയായ വിഷയങ്ങളാണ്. അത് ഓരോന്നും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക്. അവിടെ ഒരു മായിക ലോകം സൃഷ്ടിച്ച് വെച്ചിരിക്കുക കേരള സമൂഹത്തിൽ. ഈ PR സംവിധാനത്തോടു കൂടി ശ്രീ മുഹമ്മദ് റിയാസ് ഇവിടെ എന്തെല്ലോ നടന്ന് ഭയങ്കര സംഭവമാണ്. ഒന്നും നടന്നിട്ടില്ല. ഒരു ആശുപത്രി പോലെ ഒരു സർക്കാർ കോളേജ് പോലും ഇല്ല. 2016 തൊട്ട് നിരവധിയായ സർക്കാർ കോളേജുകൾ കേരളത്തിൽ വന്നതാണ്, നിലമ്പൂരിലടക്കം. എന്താ ബേപ്പൂരിൽ ഒരു പോളിടെക്നിക്, ഹെൽത്ത് സെൻ്ററുകൾ പൂട്ടിക്കിടക്കുന്ന ഒരു പക്ഷേ ബേപ്പൂരിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് നിലപാടില്ല എന്ന യൂട്യൂബർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കാ നിലപാടില്ലാത്തത്? PV അൻവർ അന്ന് പറഞ്ഞ നിലപാടിൽ അന്നും ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. അത് ഈ പിണറായിസത്തിനെതിരെയും ഈ പിണറായിയുടെ കുടുംബാധിപത്യത്തിനെതിരെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ തകർച്ചക്കെതിരെയാണ് പറഞ്ഞത്. നിലപാടിനിലെ തകർച്ച. ഇവർക്ക് വല്ല നിലപാട് ഏതിലാണ് മുഹമ്മദ് റിയാസിന് നിലപാടുള്ളത്? ആരാ നിലപാടിൽ നിന്ന് മാറിയത്? മതേതര സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായും മാറിയത് ആരാണ്? പിണറായി അല്ലേ? നിലപാട് മുഴുവൻ അതാണല്ലോ അവർക്കുള്ള എതിർപ്പ്. ആ നിലപാട് പൂർണ്ണമായി മാറ്റിയ എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നും ഇന്നും ഒരൊറ്റ നിലപാട് എനിക്കുള്ളൂ. ആ നിലപാട് എന്ന് പറയുന്നത് കേരളത്തിലെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. നമ്മളൊന്നും കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല അവരുടെ സഹകാരികളായി പോയത്. ആ പാർട്ടി എടുത്ത മതേതര നിലപാടായിരുന്നു നമ്മളൊക്കെ ആകർഷിക്കപ്പെട്ടത്. 2 തൊഴിലാളി നിലപാടായിരുന്നു. ഇന്ന് രണ്ടുമില്ല.
അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറയുന്നതിൽ ആഹ്ലാദം കൊള്ളുന്നവരാണ്. ഇവിടെ ആശാവർക്കർമാർ 9 മാസം ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പട്ടിണി സമരം നടത്തി ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് അത് തിരിഞ്ഞു നോക്കാതെ അവരെ എന്താ പറയുക വളരെ മൃഗീയമായി അവിടുന്ന് അടിച്ചോടിച്ചവരാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ PSCയിലെ മെമ്പർമാർക്ക് 1.25 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നത് 2.5 ലക്ഷമാക്കിയിട്ട് ഈ പിണറായി ഗവൺമെൻറ് കൊടുക്കുന്നത്. ഈ മുഹമ്മദ് റിയാസുമായിട്ട് ഉള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ്? അവിടെ നിൽക്കുമ്പോഴും പുറത്തിറങ്ങിയ ശേഷം അവിടെ നിൽക്കുമ്പോൾ പ്രത്യേകമായും അദ്ദേഹമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിരാശ അനുഭവിച്ചോ? അതോ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോയി ഒരു ത്രെട്ട് കൊടുക്കുമ്പോഴാണ് പിണറായി വിജയൻ അതിനകത്ത് ഡിസ്റ്റർബ്ഡ് ആവുക എന്ന് കണ്ടിട്ടുള്ള ഒരു കളിയാണോ ഇത്? അല്ല, അങ്ങനെയൊന്നുമില്ല. മുഹമ്മദ് റിയാസുമായിട്ടും ഈ വിഷയങ്ങൾ പല ഘട്ടത്തിൽ ഞാൻ സംസാരിച്ചതാണ്. നിങ്ങൾക്ക് നേരിട്ട് പറയാലോ, എല്ലാവർക്കും ആക്സസ് ഉണ്ട്, ഇതൊക്കെയാണ് നടക്കുന്നത്, നിങ്ങളിതിൽ ഇടപെടണം, ഈ പോക്ക് പോയാൽ ഇത് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. അന്നൊക്കെ ഞാൻ സത്യസന്ധമായി വിചാരിക്കുന്നത് എന്താണ്, ഇവരൊന്നും ഇത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പോലീസും ഈ പറയുന്ന സംവിധാനങ്ങളും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്. പി ശശിയാണ് ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ, അദ്ദേഹമാണ് ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്ന തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നത്. പിണറായിയും ഇതിൽ ഇൻവോൾവാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇൻവോൾവാണ്, മുഹമ്മദ് റിയാസും ഇതിൻ്റെ പാർട്ടാണ് എന്നുള്ളത് എനിക്കന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ലല്ലോ. അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് അപ്പോൾ അതിനകത്ത്? എന്താണ് അല്ല, അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ അല്ലേ. ഒരു ഭാഗത്ത് CBI ആണ് മുഖ്യമന്ത്രിക്കെതിരെ, മകനെതിരെ ED ആണ്, മകൾക്കെതിരെ SFI ആണ്, എത്ര ഏജൻസികൾ, എത്ര കേസുകളാണ്. അപ്പം ആ കുടുംബത്തിന് ഒരു കോട്ടവും വരാൻ പാടില്ല. കമ്മ്യൂണിസം പൊളിഞ്ഞാലും കേരളം തകർന്നാലും അതിന് രക്ഷപ്പെടണമെങ്കിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ സഹായം കിട്ടണം. അവരുപദ്രവിക്കരുത്. മുച്ചൂടും പോയിട്ട് ആ പാർട്ടിക്കും ആ സംവിധാനത്തിനും കീഴൊതുങ്ങി നിലപാട് മാറ്റിയവർ ഈ പിണറായിയും മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ള കുടുംബം തന്നെയാണ്. അവരുടെ നിലപാടാണ് മാറിയത്. അതിന്ന് എങ്ങനെയും ജയിലിൽ പോകാതെ രക്ഷപ്പെടാൻ 3.5 കോടി ജനങ്ങളെ കുരുതി കൊടുക്കുന്ന നിലപാടാണ് പിണറായിയും മുഹമ്മദ് റിയാസും എടുത്തിട്ടുള്ളത്. വേറൊന്നുമില്ല. കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു MLA പോലും ഇല്ലാത്ത BJP, കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാതെ മുഖ്യമന്ത്രി ആസ്വദിക്കുന്ന, ഉപയോഗപ്പെടുത്തുന്ന BJPയുടെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇറ്റ്സ് വെരി ക്ലിയർ. അല്ല വേറെന്ത് താല്പര്യം അതിൽ? ബേപ്പൂരിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ UDF മെക്കാനിസം മുഴുവൻ പെട്ടെന്ന് ജെല്ലായോ? പൂർണ്ണമായിട്ടും. UDF മെക്കാനിസം മാത്രമല്ല, ഇടതുപക്ഷ മെക്കാനിസം നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്, നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ UDFൽ ഈ പറയുന്നത് പോലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ച് എനിക്കിവിടെ മത്സരിക്കാൻ കഴിഞ്ഞാൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ലീഗലായിട്ട് എന്നെ കുരുക്കാൻ വേണ്ടി ഇപ്പോഴും നോക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ശ്രമമാണ്. അതെ, അല്ലല്ല, പിണറായിൻ്റെ ഓഫീസിൽ നിന്നുള്ള ശ്രമം. ED അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റിലെ പോലീസിനെ ഉപയോഗിച്ച് നടക്കാത്ത കാര്യം EDയെ വെച്ച് നടത്താൻ പറ്റുമെന്ന് അവർ നോക്കുന്നുണ്ട്. എന്നെ മത്സരിപ്പിക്കാതെ, ഞാനൊരു കാൻഡിഡേറ്റ് ആവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ ഈ നിമിഷവും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ UDF എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും എനിക്ക് മത്സരിക്കാൻ കഴിയുകയും ചെയ്താൽ, നിഷാദെ നിങ്ങൾ എഴുതി വെച്ചോ, 20,000-ൽ കുറയാത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് എനിക്ക് ജയിക്കാൻ കഴിയും. അതെൻ്റെ ഉറച്ച വിശ്വാസം. നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു 25,000 വോട്ടിൽ കുറയാത്ത വോട്ട് ഞാൻ പിടിക്കുന്നു. അതിൽ ചെറിയ അവസാനം ഉണ്ടായ ചില പാകപ്പിഴ, അല്ലെങ്കിൽ എനിക്കത് 30,000 വോട്ട് കിട്ടുമെന്നായിരുന്നു എൻ്റെ കണക്ക്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ബേപ്പൂരിൽ എനിക്ക് മത്സരിക്കാൻ കഴിഞ്ഞാൽ 20,000-ൽ കുറയാത്ത വൻ ഭൂരിപക്ഷത്തിന് ബേപ്പൂരിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അൻവർ. 1.5 മാസമായി ഞാൻ അടുത്ത ഫീൽഡിലുണ്ട്. ആയിരക്കണക്കിന് ആളുകളുമായി ഞാനിപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു വികാരം അവരെ കയ്യിൽ തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ വികാരം എൻ്റെ ഹൃദയത്തോടൊപ്പമാണ്, എൻ്റെ വികാരത്തോടൊപ്പമാണ്, ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തോടൊപ്പമാണ്. അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയവുമില്ല. അതാണ് പ്രത്യേകത. രാഷ്ട്രീയം പോലും ഇല്ല അവിടെ. ആ വിഷയത്തിൽ എല്ലാ വിഭാഗവും നിങ്ങൾ ജയിക്കണം, ഒരു മാറ്റമുണ്ടാവണം, ഈ സ്ഥിതിയിൽ ഇത് തുടരാൻ പാടില്ല എന്ന് 2-3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്നോട് പറയണം. അത്ര വലിയൊരു സ്വീകാര്യത. 16-ൽ ഞാൻ നിലമ്പൂരിൽ മത്സരിക്കാൻ പോകുമ്പോഴൊക്കെ എനിക്കുണ്ടായ ആ ടഫ്നെസ്സിൻ്റെ പകുതി പോലും സത്യത്തിൽ എനിക്കിവിടെ ഫീൽ ചെയ്യണില്ല. ഞാൻ ഈ ലീഗുമായിട്ടുള്ള ഒരു ബാന്ധവത്തിൻ്റെ ഒരു ക്യാരക്ടർ, അതിൻ്റെ ഊഷ്മള ചോദിക്കുകയാണ്. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് അൻവറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ഈ തീരുമാനമൊക്കെ വരുന്നതിന് മുമ്പേ വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. സോ ഒരു കാലത്ത് നിങ്ങൾ ഭയങ്കരമായ ശത്രുതയിൽ പബ്ലിക്കിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ വന്നൊരു ഒരുമിക്കലുണ്ടാവുകയാണ്. ലീഗിൻ്റെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇപ്പോൾ അവരെങ്ങനെയാണ് നിങ്ങളെ
അക്കോമഡേറ്റ് ചെയ്യുന്നത്, കൊണ്ടു നടക്കുന്നത് ലീഗിൻ്റെ നേതൃത്വവും അണികളും, അതിൻ്റെ ഒരു ഫീൽ എന്താണ്? അതിലിപ്പോൾ ലീഗ് കോൺഗ്രസ് എന്നുള്ളൊരു വ്യത്യസ്തത എനിക്കതിൽ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റൊരു താല്പര്യത്തിൽ ഈ നാടിൻ്റെ ഒരു പൊതുവിഷയത്തിലാണല്ലോ ഇവരുമായിട്ട് ഈ ഉടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു സംഗതിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ ഒരാളങ്ങനെ ഒരു റിസ്ക് എടുക്കുമെന്ന് പലർക്കും കേരളത്തിൽ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് ആ MLA ഷിപ്പ് ഞാൻ രാജിവെച്ച് വരുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ രാജിവെച്ചില്ലെങ്കിൽ ഞാൻ ഉയർത്തുന്ന വിഷയങ്ങളുടെ സീരിയസ്നെസ് കേരളത്തിലെ ജനം ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാവും. രാഷ്ട്രീയക്കാർ തമ്മിൽ എപ്പോഴും ഫൈറ്റും ഈ പറയുന്ന പോലെ വാഗ്വാദങ്ങളും തെറ്റിപ്പിരിച്ചലുകളൊക്കെ ഉണ്ടാവും. അതിനപ്പുറം ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞാനത് രാജിവെക്കൽ അനിവാര്യമാണ് എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞാണ്. അങ്ങനെയാണ് ഞാൻ രാജിവെച്ച് പുറത്തു വരുന്നത്. അങ്ങനെ നമ്മളൊരു റിസ്ക് എടുത്ത് പുറത്തു വരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ സിൻസിയറിറ്റി അവർ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. എൻ്റെ സ്റ്റെപ്സ് സിൻസിയറാണ് എന്ന് മനസ്സിലാക്കിയിട്ടാവണം ലീഗായാലും കോൺഗ്രസ് ആയാലും പൊതുസമൂഹമായാലും ഇത്ര ഊഷ്മളതയോട് കൂടിയിട്ട് നമ്മൾ പെരുമാറുന്നു, നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവർ ഈ നടത്തിയിട്ടുള്ള ഈ പോലീസിലെ അതിക്രിയകൾ, പോലീസ് നടത്തുന്ന വിവേചനം, അതിനായിട്ടുള്ള പോരാട്ടം, അതിനെ വാല്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഒരു ജേർണലിസ്റ്റ് നിലയ്ക്ക് ഞാൻ. പക്ഷേ അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഏതോ യൂട്യൂബർ വന്നത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട NIAക്ക് കത്തെഴുന്നതിലേക്കൊക്കെ പോയി. ആ വൈരാഗ്യബുദ്ധി കടന്നു പോവുകയും താങ്കളുടെ ഒരു പോരാട്ടത്തെ വാല്യൂ ചെയ്യുകയും മതിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ പോലും ഒരു അവമതിപ്പുണ്ടാക്കി എന്ന പ്രശ്നത്തെ കാണുന്നുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഒരു യൂട്യൂബർ കേരളത്തിൽ വരികയും ആ യൂട്യൂബർ പിന്നീട് അറസ്റ്റിലാവുകയൊക്കെ ചെയ്തല്ലോ, ഓർമ്മയുണ്ട്? ഒരു വനിത ആ വിഷയത്തിൽ ഒരു കത്തയക്കുകയൊക്കെ ചെയ്തല്ലോ, അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഞാൻ ചോദിക്കുന്ന വൈരാഗ്യ ബുദ്ധി പരിധി കവിഞ്ഞു പോവുകയും കോസിൽ നിന്ന് തെന്നിപ്പോവുകയും ചെയ്തെന്ന് ചോദിക്കുക. അല്ല, അത് നമ്മൾ അന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ അത് അന്വേഷിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അത്ര കണ്ടാൽ മതി. അതൊരു വലിയ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ സ്ട്രൈക്ക് ചെയ്തത്, അതിൽ അത്രയും അതിനെക്കുറിച്ച് കാണുന്നുള്ളൂ. കാരണം ഞാനത് പറയാൻ കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 28ഓളം കേസ് എൻ്റെ പേരിലുണ്ട്. അതിൽ 12-13 ക്രിമിനൽ കേസുകളാണ്. 10-16 കേസ് ഈ പറയുന്ന ഈ പി ശശി ഉൾപ്പെടെയുള്ള ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്ത മാനനഷ്ട കേസുകളാണ്. നിരന്തരമായിട്ട് ഈ പറഞ്ഞതുപോലെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വിജിലൻസ് കേസ് ഒരു ലോണുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ട്. കാരണം EDക്ക് ഡയറക്റ്റ് കേസ് എടുക്കാൻ കഴിയില്ല. അവർക്കൊരു ആക്സസിബിലിറ്റി കിട്ടണമെങ്കിൽ, ലീഗൽ ആക്സസിബിലിറ്റി കിട്ടണമെങ്കിൽ മറ്റൊരു ഫൈനാൻഷ്യൽ ഒഫൻസ് FIR വേണം. അതിനാണ് ആ കേസ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഈ EDയെ പിന്നാമ്പുറത്തുകൂടെ വിട്ടിട്ട് നമ്മൾ പല രീതിയിലും ഇതാക്കും. നമ്മുടെ പ്രോപ്പർട്ടികൾ മുഴുവൻ അറ്റാച്ച് ചെയ്തു. മിച്ചഭൂമി കേസ്, ഇനി ഒന്നുമില്ല, 1 ഇഞ്ച് ഭൂമി സാമ്പത്തികമായിട്ട് എന്താ പറയുക ഒരു ചെലവിന് നടത്താൻ പോലും 10 സെൻറ്റ് വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എല്ലാം ബ്ലോക്ക് ചെയ്തു. അതിന് പുറമെയാണ് ഈ കേസുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ രാഷ്ട്രീയം മാത്രം പോരല്ലോ, നമുക്കും ചെറിയ ഒരു ഫൈറ്റിംഗ് മോഡൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാതെ. ഞാൻ ചോദിക്കുന്നതാണ്, എനിക്ക് കുറച്ച് പേഴ്സണലി ചോദിച്ചാലേ, ഇപ്പം അൻവർ എന്ന് വെച്ചാൽ കേവലം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, കേരളത്തിലെ ഒരു കച്ചവടക്കാരൻ കൂടിയാണ്. ബിസിനസ്സിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ ഈ നിരന്തരമായ പോരാട്ടത്തിലാണ്? ഒരു കോഴ്സ് വിജയിക്കണം എന്ന പേരിൽ, അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയത്തെ വിജയിപ്പിക്കാനുള്ള പരിശ്രമം, അതിനുവേണ്ടി ആഞ്ഞിറങ്ങിയിരിക്കുകയാണ്. സോ കച്ചവടത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയുടെ സ്റ്റാറ്റസ് എന്താണ്? വട്ടപൂജ്യാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പരിപൂർണമായ പൊളിറ്റിക്സിലേക്ക് വന്നതിന് ശേഷം 16 തൊട്ടാണ്, നിങ്ങൾക്കറിയില്ല, നമ്മളൊരു നമ്മളെ കോൺസെൻട്രേഷൻ മുഴുവൻ ഇപ്പുറത്തേക്കായിപ്പോയി. നമ്മളൊരു ഡേ ടു ഡേ ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിൽക്കുന്നു, സമൂഹ വിഷയങ്ങളിൽ ഇടപെടുന്നു, എന്നും ജനങ്ങളോടൊപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോൺസെൻട്രേഷനില്ലാത്തതിൻ്റെ ഒരു ക്ഷീണം വന്നു. അതിനുശേഷമുള്ള ഈ നിരവധിയായ പബ്ലിക് ലിറ്റിഗേഷൻ, പരാതികൾ, ശത്രുക്കൾ മിത്രങ്ങളെ പോലെ അല്ലെങ്കിൽ അത് കൂടുതലോ നമുക്കപ്പുറം ഉണ്ടല്ലോ. അപ്പം അത്തരത്തിലുള്ള കുറേ പ്രയാസങ്ങളുണ്ടായി. പിന്നെ ഈ വിഷയവുമായി കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ടുള്ള ഇവരുമായിട്ടുള്ള ഫൈറ്റ്, അവരുണ്ടാക്കിയ കേസുകൾ, അങ്ങനെ എല്ലാ മേഖലയിലും അത് എന്താ പറയുക നല്ല പ്രതിസന്ധിയിലാണ്. അപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരും കുടുംബമൊക്കെ ഉപദേശിക്കില്ലേ, നമ്മൾ ഈ പൈസ കളഞ്ഞിട്ട് ഈ പരിപാടിക്ക് പോകണമെന്ന് ചോദിക്കില്ലേ? അതിൽ 90% നിഷാദ് ചോദിച്ച കാര്യം പറയും. അതിലൊരു 5-10% എന്താ പറയുക, നമ്മൾ ആരെങ്കിലും ഇതിന് വേണ്ടേ, അത് പടച്ചോൻ നോക്കിക്കോളും, നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക, എല്ലാം ശരിയാവുമെന്ന് പറയുന്ന എനിക്ക് എന്താ പറയുക ധൈര്യം തരുന്നവരും അപൂർവമായിട്ടാണെങ്കിലും ഫാമിലിയുണ്ട്. ഓക്കെ. ഇടയ്ക്ക് ആഫ്രിക്കൻ രാജ്യത്തൊക്കെ പോയിട്ടെന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു? അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അതൊക്കെ എന്താ പറയുക, നമ്മൾ ഫോളോ അപ്പും കോൺസെൻട്രേഷനും നമ്മുടെ പ്രസൻസും ഇല്ലാതെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. രാഷ്ട്രീയവും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്നെ പോലത്തെ രാഷ്ട്രീയക്കാരനാവരുത്, എല്ലാവരോടും സലാം പറഞ്ഞ് സല്യൂട്ട് അടിച്ച് ചിരിച്ച് ഓക്കെ
അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ. അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് ആയിട്ട് ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ബിസിനസ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് ഇല്ലാതെ നമ്മൾ സത്യമായ നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിട്ട് ബിസിനസ് കൊണ്ടുപോകുക വളരെ പ്രയാസമാണ്. അതാണ് എൻ്റെ ബിസിനസ്സിനെ ബാധിച്ച വിഷയങ്ങൾ. അപ്പോൾ ലാൻഡ് എല്ലാം ഫ്രീസാണോ? എല്ലാം ഫ്രീസാണ്. ഒന്നും എടുക്കാൻ പറ്റില്ല. ഒന്നും എടുക്കാൻ പറ്റില്ല. ഒരു 10 സെൻറ്റ് പോലും വെക്കാൻ കഴിയില്ല. ഇതൊക്കെ ഇനി നമ്മൾ കേസ് കൂടി കോടതിയെ ബോധ്യപ്പെടുത്തി, അറിയാലോ ഇവിടുത്തെ സിവിൽ കേസ് നേച്ചർ, മിനിമം ഒരു 3, 4, 5 വർഷം മിനിമം എടുക്കുന്നതാണ്. അതാവട്ടെ, എന്നാലും പട്ടിണിയൊന്നുമില്ല. പടച്ചവൻ്റെ അനുഗ്രഹത്തിൽ ജീവിച്ചുകൊണ്ട് ഞാൻ പിന്നെ വലിയൊരു മോഹങ്ങളില്ലാത്ത ആളാണ്. വലിയ മോഹങ്ങളല്ല, ഇപ്പം തീരെ മോഹങ്ങളില്ല. ഇപ്പം ചില ലക്ഷ്യങ്ങളുള്ളൂ. അത് സമൂഹവും പൊളിറ്റിക്സൊക്കെയുമായി ബന്ധപ്പെട്ട് നിൽക്കണം. അപ്പം അതിൽ തന്നെയാണ് മൈൻഡുള്ളത്. ഈ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ, അൻവർ എന്ന് പറയുമ്പം സത്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തിയാണ്. താങ്കളൊരു വലിയ മൂവ്മെൻറ്റ് എടുക്കുന്നുണ്ട്. മൂവ്മെൻറ്റ് ഒരു കോസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആ മുന്നോട്ട് വെക്കുന്ന ആശയത്തിനൊരു വ്യക്തി എന്ന നിലയ്ക്ക് സമൂഹത്തിലെ വിവിധ ഘടകങ്ങൾ നേടുന്ന പിന്തുണ, ഞാൻ പറഞ്ഞ ജനങ്ങളിൽ നിന്നല്ല, വിവിധ സമുദായ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായ സംഘടനകളായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഈ സമസ്തയുണ്ട്, സമസ്തയിൽ പല വിഭാഗങ്ങളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, പലതരം സംഘടനകളുണ്ട്. ഈ സംഘടനകളുമായിട്ടുള്ള ഒരു മെച്ചപ്പെട്ട റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാനത് സത്യത്തിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനത് എപ്പോഴും ഒരു മീഡിയം ലെവലിലേ പോകാറുള്ളൂ. എല്ലാവരും വേണം, എല്ലാവരുടെയും യാത്രയോടൊപ്പം നിൽക്കും. ഒരു പരിധി വിട്ടിട്ട് പോയിട്ട് എന്താ പറയുക, ആരെയും കാണുക അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. റിയാസ് കാന്തോർ ഉസ്താദിനെ കാണുന്ന കണ്ടു കഴിഞ്ഞ ദിവസം. ഉസ്താദിനെ കാണുന്നപ്പോൾ റിയാസ്, ഞാൻ 25 കൊല്ലമായിട്ട് അദ്ദേഹത്തെ കാണാറുണ്ട്. അത് പൊളിറ്റിക്സ് മാത്രമല്ല, നമ്മൾ സാമൂഹിക വിഷയങ്ങളിൽ ഇപ്പോൾ നമ്മൾ പലരെയും കാണുന്നുണ്ടല്ലോ. ഈവൻ ഞാൻ വെള്ളാപ്പള്ളിയുടെ അടുത്ത് വരെ പോയത്, നിങ്ങൾക്കറിയില്ല, ആ കാലഘട്ടത്തിൽ. അപ്പോൾ അന്നൊക്കെ നമ്മളൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സാമുദായിക നേതാക്കന്മാരുടെ അടുത്ത് പോകാറുണ്ട്. ഇപ്പോഴും മാത്രമേ ഉള്ളൂ. അതിൽ അവർക്കും നിലപാടുകളുണ്ടാവും, നമുക്കും നിലപാടുകളുണ്ടാവും. നമ്മളൊരു സൊസൈറ്റിയെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവർക്കും ഒരു ആവറേജ് നീതി എല്ലാവർക്കും കിട്ടണ്ടേ. നീതി നിഷേധം പൂർണ്ണമായി വരുമ്പോഴാണല്ലോ നമ്മളൊക്കെ അതിനെ ചോദ്യം ചെയ്യുന്നത്. വലിയ രീതിയിൽ മലബാറിൻ്റെ ജനങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ട് വലിയ അനീതി അവരെ വേണ്ടി അടിച്ചേൽപ്പിക്കുന്ന ഒരു ഘട്ടം. അത് ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ചില പോലീസിലെ ചില ഉദ്യോഗസ്ഥരും അവരോട് ചേർന്ന് നിൽക്കുന്ന ചില IASകാരുമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളതിനെ എതിർക്കുന്നത്. നമ്മൾ ഒരു വിഭാഗത്തിൽ മുസ്ലിം എന്ന് മാത്രമല്ല, എനിക്ക് പ്രാദേശികമായിട്ടുള്ള എല്ലാ സാമുദായിക കത്തോലിക്ക സഭ നേതാക്കന്മാരുമായിട്ടൊക്കെ എല്ലാവരും മലയോര മേഖലയിൽ നമ്മൾ നന്നായിട്ട് ഇടപെട്ടാണല്ലോ. ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വന്ന മലയോര കർഷകർക്ക് വേണ്ടിയാണ്, പക്ഷെ അതിനറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ നമുക്കൊരു നിലപാട്, ഒരു മനുഷ്യൻ നിലക്ക് നമുക്കൊരു ജനറൽ ഫീലിംഗ് ഉണ്ടാവുള്ളൂ ഒരു സൊസൈറ്റിയോട്. അത് കീപ്പ് ചെയ്ത് പോകും, എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്തു നല്ല രീതിയിൽ പോകുന്ന ഒരു ലൈനാണ് ഞാനതിൽ സ്വീകരിക്കൽ. ശരി, താങ്ക് യു CP അൻവർ. എന്തായാലും താങ്കളുടെ രാഷ്ട്രീയ മോഹങ്ങൾ ശരിയാൻ വഴിയെ സഞ്ചരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. താങ്ക് യു.